ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ ഒരു ചിക്കൻ കറി സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറി നമ്മൾ വെച്ച് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 കിലോ ചിക്കൻ വാങ്ങി അതിൽ കുറച്ച് ചില്ലിക്ക് മാറ്റി വെച്ച് കുറച്ച് നമ്മൾ കറി വയ്ക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടിയൊക്കെ ഒരു 3 സ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ. എരിവ് നമ്മൾ ഇത്തിരി കൂടുതൽ കഴിക്കണതുകൊണ്ടേ. അതേപോലെ തന്നെ കുരുമുളക് പൊടി 2 സ്പൂണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മസാലപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2-3 സ്പൂൺ ഇട്ടു, ചെറിയ സ്പൂണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 3 സ്പൂൺ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മുളകും മല്ലിയൊക്കെ പിടിക്കും. അപ്പോൾ ഇതോടൊപ്പം തന്നെ സവോളയൊക്കെ റെഡിയാക്കി വൈഫ് അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സവോള റെഡി ആക്കിയിട്ട് ഇങ്ങനെ ചിക്കൻ കാണാനില്ല കൊണ്ടുള്ള പരാതിയാണ്. അതെ, സവോള വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ 2-3 സവോള എടുത്ത് ഒരു 3-4 പച്ചമുളക് കൊടുത്ത് നല്ല റെഡിയാക്കി. അതോടൊപ്പം നമ്മൾ കുറച്ച് തക്കാളിയും ഇഞ്ചിയും അതേപോലെ തന്നെ ഈ നമ്മുടെ വെളുത്തുള്ളിയെ കൂടി പേസ്റ്റ് ആക്കിയിട്ടായിരുന്നു. അപ്പോൾ ആ സവോളയിൽ കൂടെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയായി. അടുത്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതിലിട്ട് സെറ്റാക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ. നമ്മൾ വലിയ കറി വയ്ക്കുന്ന ആൾക്കാരൊന്നുമല്ല, എന്നാലും നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കുകയാണ്. കാരണം അരിപ്പുമുളകും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഒരുവിധം ചേരുവകളൊക്കെ ഓക്കെ ആയി എന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എരിവ് നമ്മൾ ഇത്തിരി കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി കൂടുതലിട്ടത്. കറികളൊക്കെ റെഡിയായി സെറ്റായി. ഇനിയിപ്പോൾ ഉച്ചയായി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരുവിധം കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇതാ സെറ്റായി കണ്ട കറി. ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി റെഡിയായി. ഈ സമയത്താണ് കുഞ്ഞാവ വിശക്കണവ് കൊണ്ട് വിളിക്കില്ലായിരുന്നു. ഇതേ വന്നു, കുഞ്ഞാവ വന്നു. ചോറ് വേണം, കാരണം ഉച്ചയായില്ലേ, വിശക്കണവ് കൊണ്ട്. അപ്പോൾ ചോറും എല്ലാം റെഡിയായി. ചോറും കറിയൊക്കെ ഇനി എടുത്ത് ഊണ് കഴിക്കാനുള്ള സെറ്റപ്പാണ്. കുഞ്ഞാവ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പം പിന്നെ കറികളൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. കറികളൊക്കെ നമ്മളാക്കി അപ്പുറത്ത് പോയിരുന്ന് ലേശം ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് വന്ന കാരണം ചിക്കൻ എടുത്ത് കറിയൊക്കെ വെച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ കറിയാണ്. ചില്ലിക്കുള്ള സെറ്റപ്പ് ഉണ്ട്. അത് ലെഗ് പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ലെഗ് പീസുകളൊക്കെ മാറ്റി വെച്ച് നമ്മളത് പൊരിച്ചെടുക്കും. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മളത് കാണിച്ചു തരാം. ഇപ്പോൾ കറിയൊക്കെ റെഡിയായി. നമ്മൾ ചോറെടുത്ത് നല്ല കഴിക്കട്ടെ. എന്തായാലും കുഞ്ഞാവയ്ക്ക് അപ്പോഴാണ് ഒരു വാരി തരുമോ എന്നൊരു ചോദ്യം. അതാ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അമ്മയും മകളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുക. പിന്നെ നമുക്കെന്താ കഴിച്ചാൽ നമ്മളും ക്യാമറ അവിടെ വെച്ചിട്ട് നമ്മളും കഴിക്കായിരുന്നു കേട്ടോ. നമ്മൾ ലേശം ചാറൊക്കെ വെച്ച് ലേശം ചിക്കൻ കൂടി കഴിക്കാമല്ലോ. ഇതേ ലെഗ് പീസ് കണ്ട. ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ലെഗ് പീസ് നമ്മൾ വറുത്തെടുത്ത് 2 കുഞ്ഞാക്ക് വേണം പറഞ്ഞ് കൊന്നിട്ട് ശരി കൊണ്ട് 2 വറുത്തെടുത്താണ്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചെറിയ വീഡിയോ ആണ്, നമ്മുടെ ഫാമിലി വീഡിയോ. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നമ്മുടെ ഷോർട്ട് വീഡിയോകളൊക്കെ കാണാം. നമ്മൾ ഷോർട്ട് വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത്, വീഡിയോ കുറവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്കും ഓക്കെ, ബൈ.